ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഒത്തുതീർപ്പായിരുന്നു ഇന്ന് BB ലൈവിൽ നടന്നത്. പവർ ടീമിന്റെ കോർട്ട് റൂമിൽ വെച്ചാണ് ഇതിനൊരു പരിഹാരം ലഭിച്ചത്. ജാസ്മിന്റെ സാക്ഷികൾ റസ്മിനും ഗബ്രിയുമായിരുന്നു. ജിൻഡോയുടെ സാക്ഷികൾ സായിയും സിബിനുമായിരുന്നു. നടപടികൾ ആരംഭിച്ച ശേഷം ജാസ്മിൻ പറഞ്ഞു, ഇന്നലെ ജിൻഡോയെ പുള്ളി എന്ന വാക്കുപയോഗിച്ചത് തെറ്റായി തോന്നിയിട്ടില്ല. കാരണം കാക്ക, നിങ്ങൾ, മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ അത് ഉപയോഗിച്ചത്. അതൊന്നും അത്ര വലിയ പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഇതുമാത്രം എന്താണ് ഇത്ര പ്രശ്നമാവാൻ? ഇതിനു മുൻപ് ശ്രീരേഖ ചേച്ചിയെ സ്ത്രീ എന്ന് വിളിച്ചത് തെറ്റാണെന്ന് ആരോപിച്ചിരുന്നു. പിന്നീട് വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് അതത്ര വലിയ തെറ്റല്ല എന്ന് മനസ്സിലായത്. ജാസ്മിൻ പുള്ളി എന്ന് വിളിച്ചതിന് ജിൻഡോ പറഞ്ഞ മറുപടി കാലേ വാരി നിലത്തടിച്ചേനെ എന്നായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റിനാണ് തനിക്ക് പരിഹാരം വേണ്ടത്. ഇത് തെറ്റാണെന്നാണ് ജാസ്മിൻ ആരോപിക്കുന്നത്. ഭൂരിപക്ഷ തീരുമാനം അറിയാനായി അവിടെ ഇരുന്ന ഓരോരുത്തരോടും അഭിപ്രായം ചോദിച്ചു. ശ്രീരേഖ ജിൻഡോയുടെ കൂടെയാണ് നിന്നത്. അൻസിബയും ജിൻഡോയുടെ കൂടെയാണ് നിന്നത്. അഭിഷേക് ജാസ്മിന്റെ കൂടെ നിന്നു. ശ്രീകുമാർ പറഞ്ഞത് ഇതിലപ്പുറമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറയാറുണ്ട്. ഇത് ഇത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ലെന്നും ജിൻഡോയുടെ കൂടെ നിൽക്കുന്നു എന്നും പറഞ്ഞു. ജിൻഡോ ക്യാപ്റ്റനായപ്പോൾ ചെയ്തതാണ്, അത് തെറ്റാണ് എന്നാണ് റസ്മിൻ പറഞ്ഞത്. ക്യാപ്റ്റനായപ്പോൾ ഇത് പറഞ്ഞത് തെറ്റാണെന്ന് അർജുനും പറഞ്ഞു. ഗബ്രി ജാസ്മിനോടൊപ്പം തന്നെയാണ് നിന്നത്. സായി ജിൻഡോയോടൊപ്പം നിന്നു. അടിക്കും എന്നൊന്നല്ലല്ലോ പറഞ്ഞത്, അടിച്ചേനെ എന്നാണ് സായിയുടെ വാദം. ജാൻമണി ജിൻഡോയുടെ കൂടെ നിന്നു. അപ്സര ജാസ്മിന്റെ കൂടെയാണ് നിന്നത്. ഋഷി ജിൻഡോയോടൊപ്പം നിന്നു. ക്യാപ്റ്റൻ ആയ ശേഷം ജിൻഡോ അങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്നാണ് ശ്രീതു പറഞ്ഞത്. നന്ദന ജിൻഡോയോടൊപ്പം നിന്നു. ഇതിലപ്പുറമുള്ള വാക്കുകളാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ കൂടെ നിൽക്കുന്നുവെന്നുമാണ് നന്ദന പറഞ്ഞത്. ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ജിൻഡോയ്ക്കാണ് വോട്ട് കൂടുതൽ ലഭിച്ചത്. ഇതുകൊണ്ട് തന്നെ ജിൻഡോ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇതെല്ലാം കേട്ട് ദേഷ്യം പിടിച്ചിരുന്നത് മറ്റൊരു വ്യക്തിയാണ് നോറ. ഇത്തരം ചെറിയ കേസുകൾക്കൊക്കെ വാദിക്കാനും പ്രശ്നപരിഹാരം നേടിക്കൊടുക്കാനുമെല്ലാം എല്ലാവർക്കും സമയമുണ്ട്. എന്നെ മറ്റൊരാൾ ശപിച്ചതിനും എന്നോട് വൃത്തികേടുകൾ പറഞ്ഞതിനുമൊന്നും ആർക്കും ഒന്നും ചോദ്യം ചെയ്യാനില്ല. ജാൻമണി എന്നെ പറഞ്ഞതൊന്നും ആർക്കും ഒരു കേസല്ലേ എന്നാണ് നോറ ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ ജാൻമണി ഉറങ്ങിയതിന് 2 തവണ പട്ടി കുരച്ചു. അതൊന്നും ആരും തന്നെ ചോദ്യം ചെയ്തില്ല. കഴിഞ്ഞ പവർ ടീമും ചോദ്യം ചെയ്തില്ല. ഇപ്പോൾ നോറ ഉറങ്ങിയതിന് അവിടെ പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. കിലുക്കത്തിലെ രേവതിയുടെ കഥാപാത്രമായി ബിഹേവ് ചെയ്യാനാണ് നോറയ്ക്ക് കിട്ടിയ പണിഷ്മെന്റ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നോറ പ്രതികരിക്കുന്നത്. ജാൻമണി പവർ ടീമിൽ കയറിയ ശേഷം ഇത്തവണ വളരെ സൈലന്റായാണ് പെരുമാറുന്നത്.